കൊടുത്ത് ആകെ വിറച്ച് അലറി. കഥയുടെ പേര് ഡെത്ത് ഓഫ് എ ഗവൺമെന്റ് ക്ലർക്ക് എന്നാണ്. ഇതിൽ ചെർവ്യാക്കോവ് എന്നുള്ള നമ്മളെ നായകന് ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു നാടകം കാണാനൊക്കെ പോയി. ആ നാടകം ആസ്വദിക്കുന്നതിനിടയിൽ അയാള് അബദ്ധവശാൽ വന്നൊരു തെറ്റ് ഒരു പക്ഷെ ജനറലിന് വിഷമം ഉണ്ടാക്കിയേക്കാം. അയാളത് കുഴപ്പമില്ല, സാരില്ല എന്ന് പറഞ്ഞ് വിട്ടുകളഞ്ഞ കാര്യമാണ്. ഒരു കുഴപ്പമില്ലാത്ത ജനറലിനെ ആട്ടി ഓടിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് അയാളെ മനോനില മാറ്റിയത് ചെർവ്യാക്കോവിന്റെ ഓവർ തിങ്കിങ് ആണ്. ചെർവ്യാക്കോവിനെ പോലെ ഇന്ന് ഒരാൾക്ക് ജീവിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്നിട്ടും നമ്മൾ പല കാര്യങ്ങളും ഓവർ തിങ്ക് ചെയ്തിട്ട് ചെറിയ കാര്യങ്ങൾ ഭയങ്കര പെരുപ്പിച്ച് കാട്ടി നമ്മളെ തന്നെ ആത്മഹത്യാപരമായിട്ട് ടോർച്ചർ ചെയ്യുന്ന സിറ്റുവേഷൻ ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ദലൈലാമയുടെ ഒരു കോട്ടുണ്ട്, ഹാപ്പിനെസ് ഈസ് നോട്ട് സംതിങ് റെഡിമെയ്ഡ്, ഇറ്റ് കംസ് ഫ്രം യുവർ ഓൺ ആക്ഷൻ എന്നുള്ള. അതുപോലെ തന്നെ നമ്മൾ ഹാപ്പി ആയാലും നമുക്ക് ഹാപ്പി ആയിട്ടുള്ള വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഹാപ്പി ആയിട്ടുള്ള വർക്ക് ചെയ്താൽ ക്ലയന്റിനെ നമുക്ക് ഹാപ്പി ആക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഇതിലെ രണ്ടാമത്തെ ഒരു കാര്യമാണ് ചെർവ്യാക്കോവ് ജനറൽ ഇപ്പം എന്താ ചിന്തിക്കുക, ഞാനിപ്പോൾ അയാളെ നേതൃത്വം തൂങ്ങിയത്. നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് മറ്റുള്ളവരെന്താണ് ചിന്തിക്കുക എന്നുള്ളത്. മറ്റുള്ളവരുടെ മനസ്സിലെന്താ ഉള്ളത് എന്ന് അയാൾക്കേ അറിയുള്ളൂ. നമ്മളത് ചിന്തിച്ചിട്ട് കാര്യമില്ല. ചിലർക്ക് പറയുന്നേക്കാം പഫ്സ് കഴിച്ചാൽ അത് ആൾക്കാരുടെ നിന്ന് കഴിക്കാത്തൊരു മാനം കെടുത്തുന്നൊരു സ്നാക്കാണ്. അപ്പോൾ അത് ആൾക്കാരെ കഴിക്കാൻ പറ്റില്ല, നമ്മൾ ചിന്തിച്ചതറി ആകെ വഷളാവുന്നുള്ളത്. അപ്പോൾ അങ്ങനെ പഫ്സ് കഴിച്ചിട്ട് പോണ മാനാണെങ്കിൽ അത് കോട്ടയം നിൽക്കും. നമ്മൾ തന്നെ സംഭവിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്തുക. അതിൻ്റെ കൂടെ ഒരു കാര്യം ഓർക്കുക, ഹാപ്പിനെസ് ഈസ് നോട്ട് പെർമനന്റ്. നമ്മൾക്ക് വലിയൊരു ദുരന്തം വന്നാൽ ഇവിടെ ഇപ്പം എങ്ങനെ ഹാപ്പി ആവാൻ നമ്മൾ നോക്കാൻ കഴിയില്ല. ആ ദുരന്തത്തിന് നമ്മൾ ഫേസ് ചെയ്യുക നിർവാഹവും. നമ്മുടെ സന്തോഷത്തിൻ്റെ വാല് ആരുടെയും അമ്മയുടെ ചുവട്ടിലല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സന്തോഷത്തിൻ്റെ പാതയിലേക്ക് കടന്നു പോയി പഫ്സ് കഴിയും.